Good morning, dear students. Okay, now we will discuss English in the second chapter, the boastful hare. Okay, that is Pongachakarnaya. Hare means rabbit. Okay, Pongachakarnaya. മുയലിന്റെ കഥയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി എന്താണ് അറിയാവുന്ന സ്റ്റോറിയാണ് അല്ലേ? അതായത് ടോർട്ടോയ്സിന്റെയും അതുപോലെ റാബിറ്റിന്റെയും ഓക്കെ ഓട്ട മത്സരത്തിന്റെ പന്തയ കഥയും അതിൽ ആദ്യിച്ചു നമ്മുടെ ടോർട്ടോയ്സ് ജയിച്ചതായിട്ടുള്ളൊരു സ്റ്റോറി എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റോറിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ദ ബോസ്റ്റ്ഫുൾ ഓഫ് എന്താണ് ദ ബോസ്റ്റ്ഫുൾ ഓഫ് ഹെയർ എന്താണ് ദ ബോസ്റ്റ്ഫുൾ ഓഫ് ഹെയർ. അതായത് ബോസ്റ്റ്ഫുൾ മീൻസ് എന്താണ് പൊങ്ങച്ചക്കാരനായ അല്ലെ? എന്താണ് പൊങ്ങച്ചം പറയാ അല്ലെ? എന്താണ് പോയിട്ട് സ്വയം പോയിട്ടുന്ന ആൾക്കാരാണ് ബോസ്റ്റ്ഫുൾ എന്ന് പറയാം കേട്ടോ. ബോസ്റ്റ്ഫുൾ ആയ ഹെയറിന്റെ സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഹെയർ മീൻസ് ഹെയർ എന്ന് വെച്ചാൽ ആരാണ്? റാബിറ്റ് കേട്ടോ. മുയലിനെയാണ് എന്ന് പറയുന്നത് ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ കുഞ്ഞു ക്ലാസ്സിലൊക്കെ എന്താണ് റാബിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്ററിന്റെ പേര് പറഞ്ഞ എല്ലാവരും ചാപ്റ്റർ 2 ദ ബോസ്റ്റ്ഫുൾ ഓഫ് ഹെയർ. എന്താണ് ചാപ്റ്റർ 2 ദ ബോസ്റ്റ്ഫുൾ ഓഫ് ഹെയർ. അത് മീൻസ് എന്താണ് പൊങ്ങച്ചക്കാരനായ മുയലിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കിയേ ടെക്സ്റ്റിൽ ഫസ്റ്റ് പേജ് ആയിട്ട് ഫസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ആയിട്ട് ഹെയറിന്റെയും അതുപോലെ ടോർട്ടോയ്സിന്റെയും പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മള് solve the puzzles and see who reaches the finishing line, the tortoise or the hare. Okay, അപ്പോൾ രണ്ടുപേരും ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞോ ഫ്ലാഗ് വെച്ചിരിക്കുന്നുണ്ടോ? ഇപ്പൊ ടോർട്ടോയ്സ് ആണോ റാബിറ്റിനാണോ എവിടെ എത്താൻ കഴിയുക? ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ കഴിയുക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഇവരെ എത്തിക്കുന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഈ ടോർട്ടോയ്സിനെയും അതുപോലെ ഈ ഹെയറിനെ എന്ത് ചെയ്യണം? ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആർക്കാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നോക്കി solve the puzzles and see who reaches the finishing line, the tortoise or the hare. ഓക്കെ, അപ്പൊ ടോർട്ടോയ്സ് ആണോ ഹെയർ ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം? നിങ്ങളിത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ആ പസിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റോറിയുടെ പേരെന്ന് പറഞ്ഞേ. ഇപ്പൊ എല്ലാവർക്കും സ്റ്റോറി കേൾക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? സ്റ്റോറിയുടെ പേരെന്ന് പറഞ്ഞേ ദ ബോസ്റ്റ്ഫുൾ ഓഫ് ഹെയർ. ഹെയർ മീൻസ് ഹെയർ എന്ന് വെച്ചാൽ എന്താ? മുയൽ കേട്ടോ. മുയലിനാണെന്ന് പറഞ്ഞ ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, all of you listen here, page number 17. എടുത്തല്ലോ എല്ലാവരും? എല്ലാവരും ടീച്ചർ വായിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം? ടച്ച് ചെയ്ത് പോകണം കേട്ടോ. Once upon a time there lived a hare in a jungle. He was very proud of his speed. Okay, once upon a time there lived in a hare in a jungle. അതായത് പണ്ടൊരു എടുത്ത് എന്താണ് once upon a time പണ്ടൊരിടത്ത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തില്ലേ? പണ്ടൊരിടത്ത് ഒരു റാബിറ്റും ഒരു ടോർട്ടോയ്സും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ രീതി നമ്മൾ പറയാണ് once upon a time there lived in a hare in a jungle. പണ്ട് ഒരു മുയൽ അല്ലേ? മുയൽ എന്താണ്? ഒരു കാട്ടിലൊരു മുയൽ ഉണ്ടായിരുന്നു. He was very proud of his speed. മുയലിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഹെയറിന്റെ പ്രത്യേകത എന്താ? അവൻ വളരെ അഭിമാനിയായിരുന്നു. സ്വന്തം ഓടാനായിട്ട് നല്ല കഴിവാണ്. അപ്പൊ അവൻ എന്താണ്? അവന്റെ ആ കഴിവിൽ അവൻ വളരെ അഭിമാനിച്ചതിൽ എന്നെ എന്റെ കണക്ക് ഓടാനായിട്ട് ഈ കാട്ടിൽ ആർക്കും പറ്റത്തില്ലല്ലേ? എല്ലാവരും എന്നെ പോലെ ഓടാൻ ഈ കാട്ടില് എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് സ്വയം ഒരു പ്രൗഡ് അല്ലെ? ആ ഒരു പ്രൗഡ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഹെയറിന് ഉണ്ടായിരുന്നു അല്ലേ? He was very proud of his speed. He boasted about how fast and swiftly he could run. അല്ലേ? എന്താണ് എനിക്ക് എത്ര വേഗത്തിൽ വേണമെങ്കിൽ എനിക്ക് ഓടാൻ കഴിയും അല്ലേ? സ്വിഫ്റ്റ്ലി മീൻസ് എന്താണ്? ക്വിക്ക്ലി, പെട്ടെന്ന് അല്ലേ? എനിക്ക് എത്ര വേഗത്തിൽ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഓടാനായിട്ട് കഴിയും എന്നൊരു പ്രൗഡിലായിരുന്നു ആര് കഴിഞ്ഞിരുന്നത്? നമ്മുടെ റാബിറ്റ്. റാബിറ്റ് മീൻസ് നമ്മുടെ ഹെയർ കഴിഞ്ഞിരുന്നത്. ഓക്കെ, he also made a fun of the animals that were slower than him. ഓക്കെ, അപ്പൊ തന്നേക്കാൾ വേഗത കുറഞ്ഞ മൃഗങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ എന്ത് ചെയ്യുമായിരുന്നു? കളിയാക്കുമായിരുന്നു അല്ലേ? എന്ത് ചെയ്യുമായിരുന്നു? അവരെ എന്ത് ചെയ്യുമായിരുന്നു? തന്നെക്കാളും വേഗത കുറഞ്ഞ് ഓടാൻ പറ്റും അല്ലെ? തന്നെക്കാളും വേഗത കുറഞ്ഞ് ഓടുന്ന മറ്റു ആനിമൽസിന് എന്ത് ചെയ്യുമായിരുന്നു? ഈ ഹെയർ
കളിയാക്കുമായിരുന്നു. അതാണ് പറഞ്ഞത് he also made fun of animals that were slower than him. അല്ലേ, അതായത് നമ്മുടെ ആരെക്കാളും നമ്മുടെ ഹെയറിനേക്കാളും സ്ലോ ആയിട്ട് ഓടുന്ന മറ്റു കാട്ടിലെ മൃഗങ്ങളെ ഇവർ എന്ത് ചെയ്യുമായിരുന്നു? ഇവർ കളിയാക്കുമായിരുന്നു അല്ലെ. എന്ത് പറഞ്ഞോളെ പയ്യെ നിനക്കൊന്നും ഓടാൻ അറിയത്തില്ല അല്ലെ, എന്നെ ഒന്ന് തോൽപ്പിക്കാൻ പോലും ഇവിടെ ആർക്കും പറ്റില്ല, എന്റെ മുമ്പിൽ നിങ്ങൾ ആരും ഓടി ജയിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ എന്താണ് ഓരോന്ന് പറഞ്ഞ് ഇവരെ എന്ത് ചെയ്യുന്നു? മറ്റു ആനിമൽസിനെ ഇവൻ കളിയാക്കുമായിരുന്നു. One of the animals he always laughed at was the tortoise. അല്ലേ, അവൻ കളിയാക്കിക്കൊണ്ടിരുന്ന ആനിമൽസിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ടോർട്ടോയ്സ്. അല്ലേ, അവൻ കളിയാക്കിക്കൊണ്ടിരുന്ന മൃഗങ്ങളിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? ടോർട്ടോയ്സ്. അല്ലേ, ഓക്കെ. അപ്പൊ എന്താണ് ഇത്ര മനസ്സിലായോ? അതായത് once upon a time there lived a hare in a jungle. He was very proud of his speed. He boasted about how fast and swiftly he could run. He also made fun of the animals that were slower than him. അതായത് പണ്ടത്തെ കാട്ടില് ഹെയർ ജീവിച്ചിരുന്നു. ഹെയർ എന്ന് പറയുന്നത് വളരെ സ്വന്തം കഴിവിൽ വളരെ അഭിമാനിച്ചിരുന്നൊരു ആനിമൽ ആയിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. മറ്റുള്ള മൃഗങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? ഈ പേര് പറഞ്ഞ് മറ്റുള്ള മൃഗങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? ഈ റാബിറ്റ്, ഈ ഹെയർ എന്ത് ചെയ്യുമായിരുന്നു? കളിയാക്കുമായിരുന്നു. എന്നെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല, എന്നെ കിറക്ക് ഓടാൻ ആർക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യുന്നു? മറ്റു ആനിമൽസിനെ ഒക്കെ ഇവ എന്ത് ചെയ്യുന്നു? ഫൺ ചെയ്യുന്നതാണ്, അങ്ങനെ കളിയാക്കുമായിരുന്നു അല്ലേ. അതിലൊരു ആനിമൽ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ടോർട്ടോയ്സ് എന്ന് പറയുന്നത്. One day the tortoise decided to put an end of the hare boastfulness. He challenged him to a race. The hare readily agreed. അതായത് one day the tortoise decided to put the end of the hare boastfulness. അല്ലേ, ഒരു ദിവസം നമ്മുടെ ടോർട്ടോയ്സ് എന്ന് കരുതി ഇവന്റെ ഒരു പൊങ്ങച്ച, ഇവന്റെ ഈ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം എന്ന് ആര് കരുതി? നമ്മുടെ ടോർട്ടോയ്സ് ചിന്തിച്ചു. ഓക്കെ, he challenged him to race. അല്ലേ, അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ടോർട്ടോയ്സ് എന്ത് ചെയ്തു? നമ്മുടെ ഹെയർ അല്ലേ, നമ്മുടെ മുയലുമായിട്ട് റേസ്, അതായത് മത്സരം വെക്കാനായിട്ട് തീരുമാനിച്ചു. The hare readily agreed. അല്ലേ, എന്താണ് ഈ മത്സരത്തിന്റെ കാര്യം നമ്മുടെ ടോർട്ടോയ്സ് പറഞ്ഞുടനെ, ഇത് കേട്ടുടനെ നമ്മുടെ മുയൽ എന്ത് ചെയ്തു? നമ്മുടെ ഹെയർ എന്ത് ചെയ്തു? സമ്മതിച്ചു. അല്ലെ, എന്തുകൊണ്ട് സമ്മതിച്ചത്? ആമയെന്ന് പറയുന്നത് വളരെ മറ്റ് ആനിമൽസിനെ അപേക്ഷിച്ച് വളരെ സ്ലോയിൽ പോകുന്നത് ആനിമൽ ആണെന്ന് പറയുന്നത് നമ്മുടെ ടോർട്ടോയ്സ് എന്ന് പറയുന്നത്. അല്ലെ, മറ്റു ആനിമൽസിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ആളാണെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ എന്താണ് ഈ ടോർട്ടോയ്സ് വന്നിട്ട് നമ്മുടെ ഹെയറിനോട് പറയാണ് നമുക്കൊരു ചലഞ്ച് നമുക്ക് റേസ് സംഘടിപ്പിക്കാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കേട്ട് റാബിറ്റ് വളരെ സന്തോഷത്തോടു കൂടി ഉണ്ട് അല്ലേ, എന്തായാലും എന്നെ ജയിക്കാൻ പോകുന്നില്ല അല്ലേ എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്തു? വേഗം എഗ്രി ചെയ്തു അല്ലേ, സമ്മതിച്ചു. The tortoise practiced the hare for the race, but the hare was very confident that he would win the race. So he felt he did not need to practice at all. He only ate and slept all the day. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റേസ് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ, രണ്ടുപേരും കൂടെ കടുത്ത മത്സരം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ടോർട്ടോയ്സ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ ഓടാനായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തില്ലേ, നല്ല ഓട്ടക്കാരനോടല്ലേ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അത് കാരണം എന്ത് ചെയ്തു? നല്ല രീതിയിൽ അവൻ പ്രാക്ടീസ് ചെയ്തില്ലേ. The tortoise practiced hard for the race, but the hare was very confident that he would win the race. അല്ലേ, പക്ഷെ നമ്മുടെ ഹെയറിനാണല്ലോ he was very confident അല്ലേ, അവൻ എന്തായിരുന്നു? വളരെ കോൺഫിഡന്റ് ആയിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ടോർട്ടോയ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോയിൽ പോകുന്ന ആനിമൽ ആണ് അല്ലേ, അപ്പൊ അവനെ എന്ത് ചെയ്താലും ജയിക്കാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഹെയറിന് ഉണ്ടായിരുന്നു. സോ he felt he did not need to practice at all. അല്ലേ, അതുകൊണ്ട് എന്താണ്? പ്രത്യേകിച്ച് പ്രാക്ടീസിന്റെ ആവശ്യം ആർക്കില്ല? ഹെയറിനില്ല അല്ലേ. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ആണ് ഓട്ടക്കാരൻ അല്ലേ. അപ്പൊ ടോർട്ടോയ്സിന്റെ മുമ്പിൽ ആദ്യം തന്നെ ജയിക്കുള്ളൂ, ഹെയർ തന്നെ ജയിക്കുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാക്ടീസിന്റെ കാര്യം ആർക്കില്ലായിരുന്നു? ഹെയറിന് ഇല്ലായിരുന്നു. He only ate and slept all the day. അല്ലേ, എന്ത് ചെയ്തു? അവൻ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഉറങ്ങുക മാത്രമാണ് അവൻ ചെയ്തത് അല്ലേ. അവൻ ഒരു കാര്യം ഒന്നിനും എന്ത് ചെയ്തില്ല, ടെൻഷനോ പ്രാക്ടീസോ ഒന്നും അവന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം നമ്മുടെ ടോർട്ടോയ്സ് ആണെങ്കിലോ ടോർട്ടോയ്സ് പ്രാക്ടീസ്ഡ് ഹാർഡ് ഫോർ ദ റേസ് അല്ലേ, റേസിന് വേണ്ടിയിട്ട് വളരെ കഠിനമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു ആര്? നമ്മുടെ ടോർട്ടോയ്സ്. ഓക്കെ, അങ്ങനെ
other animals gathered to see the race too. അല്ലേ? അങ്ങനെ റേസിന്റെ ദിവസം എത്തി. On the day of the competition, other animals gathered to see the race too. അല്ലേ? അതാണ് എല്ലാം എന്താണ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ആര് തമ്മിലാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്? ടോർട്ടോയ്സും നമ്മുടെ ഹെയറും അല്ലേ? അപ്പൊ എല്ലാവർക്കും അറിയാം ഓട്ടക്കാരൻ ആരാണ്? ഹെയർ ആണ് അല്ലേ? അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ മറ്റു മൃഗങ്ങളെല്ലാം ഇങ്ങനെ അവര് റേസ് ചെയ്യുന്ന അവര് ഓട്ട മത്സരത്തിനായിട്ടുള്ള സ്ഥലത്തേക്ക് വളരെ ആകാംക്ഷയോടെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതിലെന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നല്ലേ? ആരായിരിക്കും ജയിക്കുന്നത്? ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇവരിങ്ങനെ മറ്റു ആനിമൽസിനെ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, the race began. The hare quickly covered the half distance of the race. അല്ലേ? അങ്ങനെ നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സ്റ്റാർട്ട് ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്തു? the race സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അത് നോക്കി the hare quickly covered half distance of the race. അല്ലേ? പെട്ടെന്ന് തന്നെ ഒരു എന്താണ് ഒരു പകുതി ഭാഗത്തോളം റൈസിന്റെ പകുതി ഭാഗത്തോളം പെട്ടെന്ന് തന്നെ ആര് കവർ ചെയ്ത് കഴിഞ്ഞു? നമ്മുടെ ഹെയർ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മുടെ ടോർട്ടോയ്സ് ആണെങ്കിലോ പതുക്കെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് റൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഫിനിഷിംഗ് പോയിന്റ് പകുതിയോളം ആര് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു? നമ്മുടെ ടോർട്ടോയ്സ് അല്ല നമ്മുടെ ഹെയർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അതവിടെ പറഞ്ഞിരിക്കുന്നത് the hare quickly covered half distance of the race. അല്ലേ? ആ റേസിന്റെ പകുതിയോളം ആര് കവർ ചെയ്ത് കഴിഞ്ഞു? നമ്മുടെ ഹെയർ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. He looked back and could not see the tortoise anywhere close. അല്ലേ? അങ്ങനെ പകുതിയോളം എത്തി. ആരെത്തി കഴിഞ്ഞു? നമ്മുടെ ഹെയർ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് പകുതിയോളം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുകയാണ് ടോർട്ടോയ്സ്. എവിടെങ്കിലും എത്തിയോ എന്ന് നോക്കിയിട്ട് അവന്റെ ഒരു പൊടി പോലും അവിടെ കാണാനായിട്ട് അവൻ കാണുന്ന ഭാഗത്ത് എവിടെ എത്തിയില്ല, എത്താൻ ആർക്കും കഴിഞ്ഞില്ല, ടോർട്ടോയ്സിന് എത്താനായിട്ട് കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞത് he looked back and could not see the tortoise anywhere close. അവന് കാണുന്ന ഭാഗത്തും അവിടെ കാണാൻ കഴിയുന്നതിനും അകലെയായിട്ടാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ടോർട്ടോയ്സ് നിൽക്കുന്നത് അല്ലേ? നമ്മുടെ റാബിറ്റിനെ കാണാൻ പോലും കഴിയാത്ത അത്ര ദൂരത്തിലാണ് ആര് നിൽക്കുന്നത്? ടോർട്ടോയ്സ് നിൽക്കുന്നത്. Since the tortoise was far behind, അല്ലേ? ടോർട്ടോയ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ അകലെയാണ് അല്ലേ? The hare decided to take a break. അപ്പൊ എന്താണ് നമ്മുടെ ഹെയർ വിചാരിച്ചു വിശ്രമിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കൂടെ എനിക്ക് ഫിനിഷ് ചെയ്യാം അല്ലേ? ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് മതിയാവും ഫിനിഷ് ചെയ്യാൻ, റാബിറ്റിനെ ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പൊ അവനാണെങ്കിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ അല്ലേ? ഇതുവരെ എന്താണ് എനിക്ക് കാണാൻ പോലും പറ്റാത്തതിൽ അകലെയാണ് നമ്മുടെ ടോർട്ടോയ്സ് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അവന് അവിടെ നിന്ന് നടന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇച്ചിരി ഞാനൊന്ന് വിശ്രമിക്കാം എന്ന് ആര് കരുതി? നമ്മുടെ ഹെയർ കരുതി. The hare decided to take the break. He threw off eating some carrots from the nearby field. അങ്ങനെ എന്ത് ചെയ്തു? കുറച്ച് ക്യാരറ്റ് ഒക്കെ കഴിച്ചിട്ട് വിശ്രമിക്കാമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഹെയർ തൊട്ടടുത്തുള്ള ഫീൽഡിലേക്ക് പോയി, ക്യാരറ്റുള്ള വയലിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഇഷ്ടാനുസരണം ക്യാരറ്റ് കഴിച്ചു അല്ലേ? He filled his stomach and looked out for the tortoise once again. അല്ലേ? വയർ നിറച്ച് അവൻ എന്ത് ചെയ്തു? അവൻ ക്യാരറ്റ് കഴിച്ചിട്ട് എന്ത് ചെയ്തു? വീണ്ടും ടോർട്ടോയ്സിനെ ഒന്ന് നോക്കി. ഇവിടെ കാണാൻ അവൻ എത്തിയോ എന്നിങ്ങനെ എത്താറായോ എന്നൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഹെയർ നോക്കി. ഇപ്പോഴും നമ്മുടെ ടോർട്ടോയ്സ് അവിടെ തന്നെയാണ്, വളരെ ദൂരെ തന്നെയാണ്. അവന് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ ദൂരെ തന്നെയാണ്. So the hare decided to take a quick nap under the shade of the tree. Soon he was snoring. അല്ലേ? എന്താണ് അപ്പൊ അവനെ വീണ്ടും ഇപ്പം തന്നെയാണ് നമ്മുടെ ടോർട്ടോയ്സ് വളരെ ദൂരെ തന്നെയാണ്. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അവന് കാണുന്ന രീതിയിൽ പോലും വന്നിട്ടില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ടോർട്ടോയ്സ് നമ്മുടെ ഹെയർ കരുതിയത് ഇത്ര ഇച്ചിരി നേരം എനിക്ക് ഈ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ഇച്ചിരി നേരം ചെറുതായിട്ടൊന്ന് മയങ്ങാം. വലിയ ഉറക്കമാണോ ഉദ്ദേശിച്ചത്? നാപ്പ് എന്ന് വെച്ചാൽ മീൻസ് നോക്കി ഷോർട്ട് സ്ലീപ്പിനെയാണെന്ന് പറയുന്നത് നാപ്പ് എന്ന് പറയുന്നത്. അത് ചെറിയ ഉറക്കം, പൂച്ചുറക്കം പറയുന്നത് ചെറിയ ഉറക്കത്തിനെയാണെന്ന് പറയുന്നത് നാപ്പ് എന്ന് പറയുന്നത്. നാപ്പ് മീൻസ് എന്താണ്? ഷോർട്ട് സ്ലീപ്പ്, ചെറിയ ഉറക്കത്തിനെ. അപ്പം അവൻ എന്ത്? ഞാൻ ക്യാരറ്റ് ഫുള്ള് കഴിച്ചല്ലേ? എന്നിട്ടും ആരെത്തിയില്ല? ഇതുവരെ എനിക്ക് കാണുന്നത് അത്ര പോലും ദൂരത്തിൽ ആരെത്തിയിട്ടില്ല, നമ്മുടെ ടോർട്ടോയ്സ് എത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത്തിരി നേരം ആ മരത്തിന്റെ ചുവട്ടിലിരുന്നൊന്ന്
ഒന്ന് ചെറിയൊരു മയക്കമാക്കാമെന്ന് ആര് കരുതി? നമ്മുടെ ഹെയർ കരുതി. Soon he was knowing. പക്ഷെ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു? ഇരുന്നാക്ക് തണുത്ത മരത്തിന്റെ ചൂട്ടിലിരിക്കല്ലേ, വയറൊക്കെ നിറഞ്ഞ് വയറൊക്കെ നിറഞ്ഞ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാനിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ നല്ല ഉറക്കത്തിലായി പോകും അല്ലേ? അതാണ് ആർക്ക് പറ്റിയത്? നമ്മുടെ ഹെയറിന് പറ്റിയല്ലേ? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കൂർക്കം വലിച്ചിടുന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങി. The tortoise walked slowly, but he walked without stopping. He did not take a single breath. He even crossed the sleeping hare. He kept on walking till he reached the finishing line. അങ്ങനെ നമ്മുടെ ടോർട്ടോയ്സ് എന്ത് ചെയ്തു? ഇങ്ങനെ വന്നപ്പോൾ കാണാൻ ഒരാൾ മരത്തിന്റെ ചൂട്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നില്ലേ? അവനെ ഉണർത്താതെ എന്ത് ചെയ്ത്? അനങ്ങാതെ പെതുക്കെ അവിടെ പോയി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. നമ്മുടെ ടോർട്ടോയ്സ് എത്തിച്ചേർന്നില്ലേ? സ്ലോലി ബട്ട് ഹി walked വിതൗട്ട് സ്റ്റോപ്പിംഗ് അല്ലേ? നിർത്താതെ അല്ലേ? റെസ്റ്റ് എടുക്കാതെ എന്ത് ചെയ്യാണ്? നടക്കാണ്. അപ്പോഴും തൊട്ട് എന്ത് ചെയ്യാണ്? റെസ്റ്റ് എടുക്കാതെ എവിടെ നിൽക്കാതെ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നു വരുവാണ് നമ്മുടെ ടോർട്ടോയ്സ് അല്ലേ? ഹി ഡിഡ് നോട്ട് ടേക്ക് എ സിംഗിൾ ബ്രേക്ക്. ഒരു സിംഗിൾ ബ്രേക്ക് പോലും, ചെറിയ ഒരു ഇടവേള പോലും ആരെടുത്തില്ല? നമ്മുടെ ടോർട്ടോയ്സ് എടുത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ അവൻ എന്ത് ചെയ്തു? കഠിനമായിട്ട് അവൻ എന്ത് ചെയ്തു? പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു അല്ലേ? അവന്റെ മനസ്സിനെ അവൻ എന്ത് ചെയ്തു? കോൺഫിഡൻസ് ആയിട്ട് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു? അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവൻ നടന്നുകൊണ്ട്, ഒരു ബ്രേക്ക് ഒന്നും എടുക്കാതെ അവൻ എന്ത് ചെയ്തു? നടന്നുകൊണ്ടേ ഇരുന്നു. He even crossed the sleeping hare. He kept on walking till he reached the finishing line. അങ്ങനെ അവൻ എന്ത് ചെയ്തു? നമ്മുടെ ഹെയർ ഉറങ്ങുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് അവൻ വീണ്ടും മുന്നോട്ട് പോയി. അവനോട് എത്തിച്ചേർന്നു ഫിനിഷിംഗ് പോയിന്റ് എത്തിച്ചേർന്നു. He kept on walking till he reached the finishing line. അവൻ അവസാനം എവിടെ എത്തിച്ചേർന്നു? ഫിനിഷിംഗ് പോയിന്റിൽ അവൻ എത്തിച്ചേർന്നു. ആരെത്തിച്ചേർന്നു? ടോർട്ടോയ്സ്. ഓക്കെ. The hare woke up with a start. He ran towards the finishing line only to find that the tortoise had already won the race. അങ്ങനെ the hare woke up with a start. അതായത് ഒരു ഞെട്ടലോടെ എന്ത് ചെയ്തു? നമ്മുടെ പെട്ടെന്ന് ഉറക്കത്തിൽ, നല്ല ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണർന്നു. നമ്മുടെ ഹെയർ ഞെട്ടിയുണർന്നിട്ട് എന്ത് ചെയ്തു? He ran towards the finishing line only to find that the tortoise already won the race. എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടി ഇല്ലേ? ഓടിയപ്പോൾ എന്ത് ചെയ്തു? അവിടെ എന്താ ആര് നിൽക്കുന്നു? ഓടി ചെന്നപ്പോഴത്തേക്ക് അവിടെ ആര് നിൽക്കുവാണ്? ഫിനിഷിംഗ് പോയിന്റ് കവർ ചെയ്ത് ആര് നിൽക്കുകയാണ്? നമ്മുടെ ടോർട്ടോയ്സ് അവിടെ ഓൾറെഡി നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞു. The hare had learned his lesson, never to be proud or make fun of his friends. He and the tortoise become a best of friends. The hare had learned his lesson. ഇതിൽ നിന്ന് നമ്മുടെ ഹെയർ എന്ത് ചെയ്തു? ഒരു പാഠം പഠിച്ചു അല്ലേ? എന്ത് പാഠമാണ് പഠിച്ചത്? നമ്മളെക്കാളും കുറഞ്ഞവരെ കാണുമ്പോൾ എന്ത് ചെയ്യരുത്? കളിയാക്കത്തില്ലേ? നമ്മളെക്കാളും കഴിവ് കുറഞ്ഞവരെ, അല്ലെങ്കിൽ നമ്മളെക്കാളും കാണാൻ കൊള്ളാത്തവരെ, നമ്മളെക്കാളും പഠിക്കാത്തവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും കളിയാക്കാനായിട്ട് പാടില്ല അല്ലേ? എപ്പോഴാണ് അവർ ജയിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റുമോ? ഇപ്പൊ വലിയ ഓട്ടക്കാരനാണ്, മറ്റു മൃഗങ്ങളെക്കാളും ഒക്കെ വെല്ലുന്ന ഒരു ഓട്ടക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത്? ഇവിടെ ഹെയർ എന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് എന്ത് നിസ്സാരമായിട്ടല്ലേ, എത്ര പെട്ടെന്നാണ് ആദ്യം ജയിച്ചത്? നമ്മുടെ ടോർട്ടോയ്സിന്റെ വളരെ സ്ലോയിൽ മാത്രമല്ലേ നമ്മുടെ ടോർട്ടോയ്സ് നടക്കാൻ. എന്ത് ചെയ്തു? അവൻ ആത്മവിശ്വാസത്തോടെ ബ്രേക്ക് ഒന്നും എടുക്കാതെ അവൻ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് അവൻ നടന്ന് എന്ത് ചെയ്തു? അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയില്ലേ? തനിക്ക് തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ നടന്നു വരുമ്പോഴത്തേക്ക് ഓടിയൊക്കെ വരാം. അവൻ എന്തുമായാലും അവൻ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഓവറായിട്ടുള്ള കോൺഫിഡൻസ് ആയിരിക്കും ആർക്ക്? നമ്മുടെ ഹെയറിന്റെ കോൺഫിഡൻസ് ആവശ്യമാണ്. പക്ഷെ ഓവർ കോൺഫിഡൻസ് തന്നെയാണോ? അല്ല അല്ലേ? എന്തുവായാലും ഞാനേ ജയിക്കത്തുള്ളൂ അല്ലേ? ഞാനിപ്പോ ഇച്ചിരി ഉറങ്ങി വിശ്രമിച്ചിട്ടൊക്കെ പോയാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആർക്കായിപ്പോയി? നമ്മുടെ ഹെയറിന് പറ്റിയതുകൊണ്ട് എന്ത് പറ്റി? അവൻ നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി അല്ലേ? അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആര് ജയിച്ചു? നമ്മുടെ ടോർട്ടോയ്സ് ജയിച്ചു. ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ആരെയും കളിയാക്കരുത് അല്ലേ? ആരെയും കൊച്ചായിട്ടൊന്നും അല്ലേ? ആരെയും കൊച്ചായിട്ടല്ലേ? കൊച്ചായിട്ടെന്ന് വെച്ചാൽ എന്താണ്? ആരും ചെറുതാണ് എന്നുള്ള രീതിയിൽ ആരെയും കാണാനായിട്ട് പാടില്ല എന്നുള്ള ഒരു പാഠം ആര് പഠിച്ചു? നമ്മുടെ ഹെയർ പഠിച്ചു. എന്നിട്ട് എന്തൊക്കെ? He and the tortoise become a best friends അല്ലേ?
അങ്ങനെ നമ്മുടെ ഹെയർ അതുപോലെ നമ്മുടെ ടോർട്ടോയ്സ് എന്ത് ചെയ്തു become a best friends അല്ലേ അവർ എന്ത് ചെയ്തു പിന്നീട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറി എന്തായിട്ട് മാറി നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറി ഓക്കെ മനസ്സിലായോ എന്താണ് ബോസ്ഫുൾ ഹെയർ എന്ന ചാപ്റ്റർ മനസ്സിലായോ എന്താണ് ബോസ്ഫുൾ മീൻസ് എന്താണ് പൊങ്ങച്ചക്കാരനായ ഹെയറിന് പറ്റിയ അവസ്ഥ എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റോറി ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ടെക്സ്റ്റ് റീഡ് ചെയ്യാം എല്ലാവരും പെൻസിൽ ഉപയോഗിച്ച് ഓരോ ലൈൻസ് ആയിട്ട് ടച്ച് ചെയ്ത് പോകണം കേട്ടോ Once upon a time, there lived a hare in a jungle. He was very proud of his speed. He was how fast and swiftly he could run. He also made fun of the animals that were slower than him. One of the animals he always laughed at, the tortoise. One day the tortoise decided to put an end to the hare's boastfulness. He challenged him to a race. The tortoise practiced hard for the race, but the hare was very confident that he could win the race. So he felt he did not need to the practice at all. He only ate and slept all the day. On the day of the competition, the other animals gathered to see the race too. The race began. The hare quickly covered half distance of the race. He looked back and could not see the tortoise anywhere close. Since the tortoise was far behind, the hare decided to take a break. He thought of eating some carrots from nearby field. He filled his stomach and looked out for the tortoise once again. The tortoise was still very far away, so the hare decided to take a quick nap under the shade of a tree. Soon he was knowing. Okay, next page. The tortoise walked slowly, but he walked with stopping. He did not take a single breath. He even crossed the sleeping hare. They kept on walking till hare reached the finishing line. The hare woke up with a start. He ran towards the finishing line only to find that the tortoise had already won the race. The hare had learned his lesson, never to be proud or make fun of his friends. He and the tortoise become best friends. Okay, do you like this story? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ സ്റ്റോറി ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഈ ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ് പേരൻസിന്റെ സഹായത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം വീഡിയോ കണ്ടിട്ട് എന്ത് പറയണം അമ്മേ ഈ സ്റ്റോറി വായിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയുടെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യണം ഈ സ്റ്റോറി ഓരോന്നായിട്ട് ഇങ്ങനെ വായിക്കണം ഓരോ വേർഡുകൾ ഇങ്ങനെ വായിച്ച് പഠിക്കണം കേട്ടോ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ എല്ലാവരും എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോറി അല്ലേ അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കൂടെ മനസ്സിലാവാനായിട്ട് സാധിക്കും എല്ലാവരും നന്നായിട്ട് സ്റ്റോറി മസ്റ്റായിട്ട് റീഡ് ചെയ്യണം ഓക്കെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമ്മുടെ ടോർട്ടോയ്സ് ഹെയറുമായിട്ട് കോമ്പറ്റീഷൻ വെക്കാനായിട്ട് കാരണം അല്ലേ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഓട്ടക്കാരനാണ് അല്ലേ പക്ഷെ ടോർട്ടോയ്സ് എന്ന് പറയുന്നതോ ഓട്ടക്കാരനാണോ അല്ല അല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ടോർട്ടോയ്സ് ഡിസൈഡ് ചെയ്തു തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു റേസ് നടത്താനായിട്ട് നമ്മുടെ ടോർട്ടോയ്സ് തീരുമാനിക്കാനായിട്ട് എന്താണ് കാരണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കാരണം നമ്മുടെ ടോർട്ടോയ്സിന്റെ ടോർട്ടോയ്സ് ഇങ്ങനെ ഒരു റേസ് വെക്കാനായിട്ടുള്ള കാരണം എന്താണ് എങ്ങനെയെങ്കിലും ഇവന്റെ അഹങ്കാരം അല്ലെ നമ്മുടെ ഹെയറിന്റെ അഹങ്കാരം കുറയ്ക്കണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ വെക്കാനായിട്ട് ആര് കരുതിയത് ഈ ടോർട്ടോയ്സ് തീരുമാനിച്ചത് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും why did the tortoise decide to race with the hare ഒന്ന് റീഡ് ചെയ്തേ why did the tortoise decide to race with the
ഹെയർ അല്ലെ ഹെയറുമായിട്ട് റേസ് വെക്കാനായിട്ട് എന്തുകൊണ്ടാണ് ടോർട്ടോയ്സ് തീരുമാനിച്ചത്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനും ആൻസർ ടീച്ചർ ബോർഡിൽ എഴുതരും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. Why did the tortoise decide to race with the hare? എന്തുകൊണ്ടാണ് ടോർട്ടോയ്സ് ഹെയറുമായിട്ടൊരു റൈസ് വെക്കാനായിട്ട് തീരുമാനിച്ചത് അല്ലേ? ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. Why did the tortoise decide? Decide എന്ന് വെച്ചാൽ മീൻസ് എന്താണ്? തീരുമാനിക്കൽ. എന്തുകൊണ്ടാണ് ടോർട്ടോയ്സ് തീരുമാനിച്ചത്? എന്താ തീരുമാനിച്ചത്? decide to race with the hare. With the hair അല്ലേ? ഹെയർ റോട്ടക്കാരനാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ടാണ് നമ്മുടെ ടോർട്ടോയ്സ് ഇങ്ങനെ ഒരു റേസ് വെക്കാനായിട്ട് കാരണം? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. Why did the tortoise decide to race with the hare? ഒന്ന് റീഡ് ചെയ്തേ. Why did the tortoise decide to race with the hare? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തേ. Why did the tortoise decide to race with the hare? Okay, answer നോക്കി. The tortoise decided to race with the hare because he wanted to put an end to his boastfulness. എന്താണ്? The tortoise decided to race with the hare because he wanted to put an end to his boastfulness. എന്താണ്? ടോർട്ടോയ്സ് തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചേ? റൈസ് തീരുമാനിച്ചു. കാരണം എന്താണ്? he wanted to put an end to his boastfulness അല്ലേ? എന്താണ്? അവന്റെ ഒരു പൊങ്ങച്ചം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്ന് ആര് കരുതിയിരുന്നു? നമ്മുടെ ടോർട്ടോയ്സ് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ റൈസ് വെക്കാനായിട്ട് അവൻ തീരുമാനിച്ചത്. അപ്പൊ നോക്കിയേ, the tortoise decided to race with the hare. ആ സെന്റൻസ് ആദ്യം പഠിക്കാം കേട്ടോ. The tortoise decided to race with the hare. എന്താ പറഞ്ഞേ? The tortoise decided to race with the hare. Okay, the tortoise തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു റൈസ് ഹെയറുമായിട്ട് റൈസ് തീരുമാനിച്ചു അല്ലേ? മത്സരം തീരുമാനിച്ചു. എങ്ങനെ പറയാം? The tortoise decided to race with the hare. ആ ഒരു ലൈൻ ഫസ്റ്റ് പഠിക്കുക, അതിനുശേഷം സെക്കൻഡ് ലൈൻ പഠിക്കുക കേട്ടോ. പറഞ്ഞേ, the tortoise decided to race with the hare. എന്താ പറഞ്ഞേ? The tortoise decided to race with the hare. എന്താ പറഞ്ഞേ? The tortoise decided to race with the hare. The tortoise decided to race with the hare. Next one, okay? Because he wanted to put an end to his boastfulness. എന്താണ്? Because he wanted to put an end to his boastfulness. എന്താണ്? Because he wanted to put an end to his boastfulness. അല്ലേ? എന്താണ്? അവൻ because എന്തുകൊണ്ടാണ്? He wanted to, അവന് ആവശ്യമായിരുന്നു. എന്താവശ്യമായിരുന്നു? He wanted to put an end to his boastfulness. അല്ലേ? അവന്റെ പൊങ്ങച്ച അവസാനിപ്പിക്കണമെന്ന് ആര് കരുതിയിരുന്നു? നമ്മുടെ ടോർട്ടോയ്സ് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൈസ് വെക്കാനായിട്ട് തീരുമാനിച്ചത് അല്ലേ? എങ്ങനെ പറയാം? The tortoise decided to race with the hare because he wanted to put an end to his boastfulness. എന്നിട്ട് പറഞ്ഞേ, the tortoise decided to race with the hare because he wanted to put an end to his boastfulness. Okay, remember it. The tortoise decided to race with the hare because he wanted to put an end to his boastfulness. Because
he wanted to put an end to his boastfulness. Because he wanted to put an end to his boastfulness. Okay, the tortoise decided to rise with the hare because he wanted to put an end to his boastfulness. Okay, so this question നന്നായിട്ട് ക്വസ്റ്റ്യൻ ടീച്ചർ തരുന്നുള്ളൂ. അർത്ഥം മനസ്സിലാക്കി ചെറിയ ചെറിയ സെന്റൻസ് ആക്കിയിട്ട് പഠിക്കാം. കൊച്ചു ഷോർട്ട് സെന്റൻസ് ആക്കിയതിനു ശേഷം അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എഴുതി പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പം അർത്ഥം മനസ്സിലാക്കി മീനിങ്സ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാം. The tortoise decided to race with the hare because he wanted to put an end to his boastfulness. Okay, B question answer. പാഠത്തിന്റെ പേര് എഴുതുക. ചാപ്റ്റർ 2 The Boastful of Hare എന്ന ചാപ്റ്ററിന്റെ പേര് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക കേട്ടോ. ബാക്കി ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒത്തിരി വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ടാണ് ടീച്ചർ ഓർമ്മവേ തരുന്നുള്ളൂ. അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാത്സിന്റെ ക്ലാസ് ആണ്. മാത്സ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാത്സിന്റെ ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ക്ലോസ് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അതായത് പേജ് നമ്പർ 92 അതായത് ഇവിടം വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു പേജാണ്. പ്രോബ്ലം സോൾവിങ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് ചെയ്യാം കേട്ടോ. ഇപ്പൊ നോക്കി, പ്രോബ്ലം സോൾവിംഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. There are 10 crayons in a packet. How many crayons are there in a 5 packets? First question നോട് വരിക. There are 10 crayons in a packet. Okay, നമുക്കറിയാം നമ്മൾ crayons ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന്റെ ഒരു പാക്കറ്റിൽ എത്ര ക്രയോൺ കാണും? 10 crayons കാണും അല്ലേ. 10 crayons ചേരുന്നതാണ് ഒരു പാക്കറ്റ് അല്ലേ. ഒരു പാക്കറ്റിൽ എത്ര crayons കാണും? 10 crayons. Okay, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There are 10 crayons in a packet അല്ലേ. ഒരു പാക്കറ്റിൽ എത്ര crayons ഉണ്ട്? 10 crayons. How many crayons are there in a 5 packets? എന്താണ്? How many crayons are there in a 5 packets? ഒരു പാക്കറ്റിൽ 10 crayons വെച്ചിട്ട് എത്ര പാക്കറ്റ് ഉണ്ട് നമ്മുടെ കടയിൽ? 5 പാക്കറ്റ് ഉണ്ട്. എത്ര പാക്കറ്റ് ഉണ്ട്? 5 പാക്കറ്റ് crayons ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര crayons ഉണ്ട്? 10 crayons ആണ് ഉള്ളത്. എങ്കിൽ ടോട്ടൽ എത്ര crayons ഉണ്ട് എന്ന് നമുക്ക് അറിയണം അല്ലേ. അതായത് 5 പാക്കറ്റിലും കൂടെ എത്ര crayons ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതൊരു ക്രയോണിന്റെ പാക്കറ്റ് ആണ് അല്ലേ. ഓക്കെ, ഈ ഒരു പാക്കറ്റിനകത്ത് എത്ര crayons ഉണ്ട്? 10 crayons. എത്ര crayons ഉണ്ട്? 10 crayons. ഒരു പാക്കറ്റിൽ എത്ര crayons ഉണ്ട്? 10 crayons ഉണ്ട് അല്ലേ. അതുപോലെ എത്ര പാക്കറ്റ് ഉണ്ട്? 5 പാക്കറ്റ്. എത്ര പാക്കറ്റ് ഉണ്ട്? അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ട്? 5 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിലെല്ലാം എന്തുണ്ട്? ഈ 5 പാക്കറ്റിൽ എന്തുണ്ട്? 10 crayons വെച്ചിട്ട് 10 crayons വെച്ചിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ 5 പാക്കറ്റിലും എന്തുണ്ട്? 10 crayons വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഈ 5 പാക്കറ്റിലൂടെ ടോട്ടൽ എത്ര ക്രയോൺ ഉണ്ട് എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യാം. There are 10 crayons in a packet. അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ടെന്ന് നോക്കി. How many crayons are there in a 5 packets? അങ്ങനെയാണെങ്കിൽ 5 പാക്കറ്റിൽ അല്ലേ, ഒരു പാക്കറ്റിൽ 10 crayons വെച്ചിട്ട് 5 പാക്കറ്റിനും കൂടെ എത്ര crayons ഉണ്ടെന്ന് പറയുന്നത് എന്ത് ചെയ്യണം നമ്മൾ? 10 into 5 എന്താണ്? ഒരു പാക്കറ്റിലെ crayonsന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10 അല്ലേ. അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ട്? 5 into 5 അല്ലേ. അപ്പോൾ 10 into 5 ഇവിടെ ചൊല്ലിയേ. 5 into ചൊല്ലിയേ. 1 5s are 5, 2 5s are 10, 3 5s are 50, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35,
8 5s are 40, 9 5s are 45, 10 5s are 50. Okay, so 10 5s are 50 crayons. എന്താണ് 50 crayons ആണ് ഉള്ളത് അല്ലേ. ഒരു പാക്കറ്റിൽ 10 crayons വെച്ചിട്ട് 5 പാക്കറ്റിൽ എത്ര crayons ഉണ്ടെന്ന് നോക്കാം. എന്ത് ചെയ്യാം നമ്മള്? ഒരു പാക്കറ്റിൽ എത്ര crayons ഉണ്ട്? 10. അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ട്? 5 പാക്കറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല എഴുതും. 10 into 5 അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10 into അല്ലെങ്കിൽ 5 into ടേബിൾ ചൊല്ലി നോക്കാം കേട്ടോ. 5 into ടേബിൾ ചൊല്ലി അല്ലേ. അപ്പൊ നമ്മൾ 10 വരെ നമ്മൾ ചൊല്ലുക. 10 5s are 50 അല്ലേ. 50 crayons. Okay. അടുത്ത filling the blanks. First question again. 6 into 5. 6 into 5. Answer പറഞ്ഞേ. 5 ടേബിൾ പഠിച്ചാണല്ലോ. പറഞ്ഞ ആൻസർ പറഞ്ഞേ. 1 5s are 5, 2 5s are 10, 3 5s are 50, 4 5s are 20, 5 5s are 25, 6 5s are 30. ആൻസർ എന്താണ്? 30. അപ്പോൾ ടേബിൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന ആൻസർ ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ത് ആൻസർ ചെയ്യണമെന്ന് എന്തറിഞ്ഞിരിക്കണം? ടേബിൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഇൻറ്റു 5 ക്വസ്റ്റ്യൻസ് അറിയിക്കണം കേട്ടോ. ഡാഷ് ഇൻറ്റു 5 is equal to 45. ഓക്കെ, അപ്പോൾ ഏത് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടി? 45 കിട്ടി അല്ലേ. അപ്പോൾ 5 എന്ന് പറഞ്ഞ നമ്പറിനോട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 45 കിട്ടി. എന്ത് കിട്ടി? 45 കിട്ടി. 45 ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ 5നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 45 കിട്ടുക? അപ്പോൾ 5 ടേബിൾ ചൊല്ലി നോക്കുക അല്ലേ. 45 കിട്ടുന്നവരെ എന്ത് ചെയ്യുക? 5 ടേബിൾ ചൊല്ലി നോക്കുക. അപ്പം 5നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 45 കിട്ടി നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 ടേബിൾ ചൊല്ലി നോക്കുക. എവിടെ വരെ ചൊല്ലണം? 45 വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? 5 ടേബിൾ ചൊല്ലി നോക്കുക. ചൊല്ലി നോക്കാം. 1 5s are 5, 2 5s are 10, 3 5s are 50, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35, 8 5s are 40, 9 5s are 45. എന്താണ് പറഞ്ഞത്? 9 5s are 45. 9 into 5 is equal to 45. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയണ്ടേ? 5 കൊണ്ട് 45 കൊണ്ട് അല്ലേ. 5നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 45 കിട്ടിയത്? 9 അല്ലേ. 9 5s are 45 അല്ലേ. എന്താണ്? 9 5s are 45 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? dash into 5 is equal to 45 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ തന്നിട്ടുണ്ട് അല്ലേ. 5നോട് ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ആൻസർ ആയിട്ട് എന്ത് കിട്ടിയത്? 45 കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5നോട് ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? 5ന്റെ ടേബിൾ ചൊല്ലി നോക്കി. എവിടെ വരെ ചൊല്ലി നോക്കി? 45 ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു? ടേബിൾ ചൊല്ലി നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു 9 5s are 45 അല്ലേ. എന്താണ് പറഞ്ഞത്? 9 5s are. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ? 9. ഇവിടുത്തെ ആൻസർ എന്താണ്? 9. കേട്ടോ? മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. പിന്നെ നമ്മൾ പഠിച്ചു, നമ്മൾ ടേബിൾ പറയുമ്പോൾ പറയാറില്ലേ? 2 ന്റെ ടേബിൾ 1 2s are 1 2s is 2 അല്ലേ. 1 3s is 3 അല്ലേ. 1 4s are 4 അല്ലേ. ഏത് നമ്പറിനോട് 1 മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ എന്തായിരിക്കും ആൻസർ? ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കി ടേബിൾ നോക്കി. 1 into 2 1 2s are 1 2 is 2. എന്താണ്? 1 2 is 2 അല്ലേ. 1നോട് കൂടി ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാലും ആൻസർ എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അതാണ് നോക്കി 3 ടേബിൾ നോക്കി. 1 into 3 ഏതാണ് ആൻസർ ആയിട്ട് വന്നത്? 1 into 3 1 3s are 3 അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? 3 ആണ് ആൻസർ ആയിട്ട് വന്നത് അല്ലേ. ഓക്കേ. 1 into 4 ഇതിന്റെ മീനിങ് എന്താണ്? 4 ഒരു പ്രാവശ്യം. അപ്പോൾ എന്തായിരിക്കും 4 പ്രാവശ്യം എന്തായിരിക്കും ആൻസർ വരിക? 4 തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട്. അപ്പോൾ ഏതൊരു നമ്പറിന്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വന്നാൽ ആൻസർ എന്ന് പറയുന്നത് ആ
സെയിം നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. നോക്കിയേ 1 into 5 പറഞ്ഞേ 1 into 5 ആണെങ്കിൽ ആൻസർ ആയിട്ട് വരിക 5 തന്നെ അല്ലേ. ഏതൊരു നമ്പറിന്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ ആൻസർ എന്ന് പറഞ്ഞത് തന്നെ ആയിരിക്കും ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഇവിടെ 1 into 5 എന്ന് പറയുമ്പോൾ ആ നമ്പർ ഏതാണ് 5 അല്ലേ. ആ 5 തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കേ അപ്പോൾ നോക്കിയേ 1 into 10 പറഞ്ഞേ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക 1 into 10 മൾട്ടിപ്ലൈ. അപ്പോൾ ഏത് നമ്പറിന്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ ആൻസർ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് തന്നെ വരും ആൻസർ 10 തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കിയേ 1 into dash into 5 is equal to 5 അല്ലേ. അപ്പോൾ ആ നമ്പർ തന്നെയാണ് ആൻസർ ആയിട്ട് വന്നത് അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ ആൻസർ ആയിട്ട് വന്നാൽ ഇവിടെ എന്തായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് 1 തന്നെ ആയിരിക്കും അല്ലേ. 1 into 5 ആണെങ്കിൽ അവിടെ എന്താ ആൻസർ ആയിട്ട് വരുള്ളൂ 5 ആൻസർ ആയിട്ട് വരികയുള്ളൂ. ഇവിടെ 5 ആൻസർ ആയിട്ട് വരുന്ന ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ എന്താണ് 5 ആണെങ്കിൽ എന്ത് ചെയ്യാം ആ സെയിം നമ്പർ തന്നെയാണ് ആ സെയിം നമ്പർ തന്നെയാണ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 1 ആയിരിക്കും മൾട്ടിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക 1 എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് 8ന്റെ ടേബിൾ ചിലപ്പോൾ ചെല്ലേണ്ടി വരും. 5ന്റെ ടേബിൾ ചെല്ലിയാലും മതി. നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ 2 3 4 വേർഡ് പ്രോബ്ലം നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. 3 4 വേർഡ് പ്രോബ്ലം നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. നമ്മൾ 8ഉം 7ഉം ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാണ്. 3യുടെയും നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസിൽ 3ഉം 4ഉം നിങ്ങൾ ചെയ്യണ്ട. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്യണം. അതുപോലെ നോട്ട്ബുക്കിലും ഇത് എഴുതണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ നോട്ട്ബുക്കിൽ എഴുതണം. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ടെക്സ്റ്റിലും നോട്ടിലും ആൻസർ ചെയ്യണം. അടുത്തൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ 3 into 10 എന്താണ് 3 into 10 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ടേബിൾ അറിയാലോ 1 tens are 10, 2 tens are 20, 3 tens are 30. ഈ ക്വസ്റ്റ്യൻ ഡാഷ് into 10 is equal to 60 എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡാഷ് into 10 is equal to 60. അപ്പോൾ 10നോട് ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ ആൻസർ കിട്ടി 60 ആൻസർ കിട്ടി. ഓക്കേ അപ്പോൾ 10 ടേബിൾ ചെന്ന് നോക്കി 60 വരുന്ന നമ്മൾ എന്ത് ചെയ്യണം ചെന്ന് നോക്കാം. ചെന്ന് നോക്കി 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40, 5 tens are 50, 6 tens are 60 അല്ലേ. 6 into 10 is equal to 60. അപ്പോൾ 8 into dash is equal to 80 അല്ലേ. 8ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുകയാണ് 18 വന്നെന്ന് പറയണമെങ്കിൽ 8ന്റെ ടേബിൾ ചൊല്ലി നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ 18 ടേബിളൊക്കെ വരുന്ന 8ന്റെ ടേബിളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഈ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അടുത്ത വയ്ക്കുകയും I can buy 1 lollipop for just 4 rupees. Okay. How much money will I need to buy 10 lollipop? അതായത് ഒരു ലോലിപോപ്പ് മുട്ടായിയുടെ വില എന്ന് പറയുന്നത് എത്രയാണ് 4 രൂപ. ഒരു മുട്ടായിയുടെ വില എത്രയാണ് ഒരു ലോലിപോപ്പിന്റെ വില എത്രയാണ് 4 രൂപ. അങ്ങനെയാണെങ്കിൽ 10 ലോലിപോപ്പിന് എത്ര രൂപയാണ്? ഓക്കേ ക്വസ്റ്റ്യൻ ആണ് I can buy 1 lollipop for just 4 rupees. How much money will I need to buy 10 lollipop? അങ്ങനെയാണെങ്കിൽ 10 ലോലിപോപ്പ് വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ വേണം എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലോലിപോപ്പ് എന്താണ് 4 അല്ലേ. ഒരു ലോലിപോപ്പിന്റെ വില എന്താണ് 4. ഓക്കേ അങ്ങനെയാണെങ്കിൽ എത്ര ലോലിപോപ്പാണ് വേണ്ടത് 10 ലോലിപോപ്പ് വേണം അല്ലേ. അപ്പോൾ 10 into
4 അല്ലെങ്കിൽ 4 into 10. Okay, 10 into table ചൊല്ലുന്നെങ്കിൽ 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40. എത്ര രൂപ വേണം? 10 ലോലിപോപ്പിന് കൂടെ എത്ര രൂപ വേണം? 40 rupees അല്ലേ? ഒരു ലോലിപോപ്പിന്റെ വില എന്ന് പറയുന്നത് 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10 ലോലിപോപ്സ് എത്ര രൂപയാണെന്ന് പറയാൻ എന്ത് ചെയ്യണം? 4 into 10 അല്ലേ? 1 10 ന്റെ ടേബിൾ ചൊല്ലി നോക്കി. 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40. അപ്പോൾ എത്ര രൂപ വേണം? 40 rupees. എത്ര വേണം? 40 rupees. at 7ാം ക്വസ്റ്റ്യൻ നോക്കി. ഓക്കേ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. What are 7 tens? 7 times 10, അതായത് 7 multiplied by 10. അപ്പോൾ what are 7 tens? 7 tens ചേരുമ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7 times 10 ആഡ് ചെയ്യും. 7 plus 1 plus എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? 7 times നമ്മൾ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? what are 7 tens എന്നുള്ള ആൻസർ. പക്ഷെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടേബിൾ ചൊല്ലും അല്ലേ? 1 tens are 10 ടേബിൾ ചൊല്ലും. എവിടെ വരെ ചൊല്ലും? 7 tens അല്ലേ? 7 tens are എന്നത് നമ്മൾ ചൊല്ലി നോക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാം. 7 multiplied by 10. അപ്പോൾ ആൻസർ എഴുതാം 7 into 10. ആൻസർ പറഞ്ഞേ 7 into 10. 10 ടേബിൾ ചൊല്ലിയേ 7 വരെ ചൊല്ലണം. 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40, 5 tens are 50, 6 tens are 60, 7 tens are 70. ഇതാണ് 7 tens ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? 70. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? എത്ര പ്രാവശ്യം 10 ആഡ് ചെയ്യണം? 7 times അല്ലേ? 7 times 10 ആഡ് ചെയ്യുമ്പോൾ എത്രയ്ക്ക് ആൻസർ? 70. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ആൻസർ ചെയ്യുക. 7 into 10 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? 70 എന്ന് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ദ പ്രോബ്ലം സോൾവിംഗ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യാം. അതുപോലെ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമുക്ക് ടെക്സ്റ്റിലും നോട്ട്ബുക്കിലും ചെയ്യാം. പിന്നീട് ഈ 3ഉം 4ഉം ചെയ്യേണ്ട. പിന്നെ 5 ഉള്ളതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ്, ഈ മൂന്നാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് 8 into dash എന്ന ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. പിന്നീട് 6ഉം 7ഉം എന്ത് ചെയ്യാം? നോട്ട്ബുക്കിലോട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് സോൾവ് ദ പ്രോബ്ലം എഴുതിയിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോംവർക്ക്. പിന്നീട് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, അതും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുക, മാത്സ് ചെയ്യുക, മാക്സിമം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പറഞ്ഞ് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.